വർക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 5 മണിക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഒരു അടിപൊളി ഡേ ഇൻ മൈ ലൈഫാണ്. എൻ്റെ വർക്കും അതുപോലെ തന്നെ വീട്ടിൽ കുറച്ച് വിശേഷങ്ങളും എങ്ങനെയാണ് വർക്കും വീട്ടിലത്തെ കാര്യങ്ങളും കുട്ടികളെയൊക്കെ കൂടി മാനേജ് ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുള്ള കമൻസിനുള്ള റിപ്ലൈ കൂടിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ ഒരു വർക്ക് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തലേന്ന് ചെയ്തു വെച്ച കാര്യങ്ങളാണ് കേട്ടോ. അതായത് വീഡിയോ ഞാനിപ്പോൾ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് രാവിലെ 7 മണിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ. അതായത് 5 മണിക്ക് നമ്മൾ രാവിലെ എഴുന്നേൽക്കും, എന്നിട്ട് കുളിക്കേണ്ട സാഹചര്യത്തിൽ മാത്രമേ കേട്ടോ കുളിക്കാറുള്ളൂ. എന്തിനാ വെറുതെ നുണ പറയുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ ഒരു 5 മണിക്ക് എഴുന്നേറ്റ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇക്കാക്ക് 7 മണിക്ക് പോകണം കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ നാഷ്ടയൊക്കെ കഴിച്ചിട്ടാണ് ഇക്ക പോകാറ്. അപ്പോൾ ഇക്കാനൊക്കെ പറഞ്ഞയച്ച ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ 7 മണിക്കാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളൊന്നും ഈ സമയത്ത് എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ തലേന്ന് ഞാൻ ചെയ്തു വെച്ച വർക്കുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ 3 സെക്ഷനായിട്ടാണ് കേട്ടോ ഒരു ദിവസം വർക്ക് ചെയ്യാറ്. അതായത് രാവിലെ 7 മണിക്ക് ഇക്കയൊക്കെ പോയ ശേഷം രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ ഒരു 9 to 11 മണി വരെ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കും കേട്ടോ. അതിനുശേഷം ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം വീണ്ടും നമ്മൾ ഉച്ചയ്ക്ക് 2 to 5 മണി വരെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കും. അതിനുശേഷം വീണ്ടും നമ്മൾ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാത്രി അധികം നമ്മൾ ഇരിക്കാറില്ല കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ സമയം കണ്ടെത്താറുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം അതായത് രാവിലെ ഞാൻ ചപ്പാത്തി പണിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള മാവൊക്കെ കുഴച്ചിട്ട് കുറച്ചൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പോയാലും രാവിലെ ഒരു 9 മണിയാകുമ്പോഴത്തേക്കും രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ രാവിലത്തെ നാഷ്ടപ്പണിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കാറുള്ളൂ. അപ്പോൾ തലേന്ന് ഉണ്ടാക്കി വെച്ച രാത്രി ഇക്കാക്ക് നാഷ്ടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഇറച്ചിക്കറി, അതായത് ചിക്കൻ്റെ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൂട്ടിയിട്ട് ഞാൻ രാവിലത്തെ നാഷ്ട കഴിച്ചു കഴിഞ്ഞു. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ മുറ്റമൊക്കെ അടിച്ചു വരാറുള്ളൂ. രാവിലെ എഴുന്നേറ്റതും മുറ്റം അടിക്കാൻ വേണ്ടിയിട്ടൊന്നും നിൽക്കാറില്ല. കാരണം നമുക്ക് അതിനുള്ള സമയം കിട്ടാറുണ്ടാവില്ല കേട്ടോ. കാരണം ഇക്കാക്ക് പോകുമ്പോഴത്തേനും നാഷ്ടയാക്കണം എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ രാവിലെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ചിലരൊക്കെ പറയും കേട്ടോ, ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റത് മുറ്റടിക്കുന്നതാണ് നല്ല ശീലം എന്നൊക്കെ. പക്ഷേ അതെനിക്കറിയാം, പക്ഷെ നമുക്ക് അതിനുള്ള സമയം കിട്ടാറില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇക്ക പോയ ശേഷം പിന്നെ നമുക്ക് സമാധാനത്തിൽ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നാഷ്ടപ്പണിയൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ചെയ്ത് വെച്ച കുറച്ച് വർക്കുകളാണ് കേട്ടോ ഇത്. അതായത് ആദ്യം ഞാൻ കാണിച്ചതിൽ സ്ലീവ്സൊക്കെ താഴ്വശമൊക്കെ മടക്കി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ടോപ്പുകളിൽ സ്ലീവ്സൊക്കെ അറ്റാച്ച് ചെയ്ത് സൈഡ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് മേലടി കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഏകദേശം മൊത്തം ടോട്ടൽ 32 പീസാണല്ലോ. അതിലിപ്പോൾ ഒരു സെക്ഷനാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് 8 പീസ് ഉണ്ടാവും. അപ്പോൾ ആ 8 പീസിൻ്റെയും സ്ലീവ്സൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് അതുപോലെ സൈഡൊക്കെ കൂട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇന്നലെ ചെയ്തതിൽ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കാരണം മോനൊക്കെ നല്ല ഉറക്കത്തിലാണ്, അതുകൊണ്ട് ഒരുപാട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇരുന്നില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ സ്ലീവ്സൊക്കെ ജോയിൻ ചെയ്തിട്ട് സൈഡ് മാത്രം ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വീണ്ടും തിരുമ്പാൻ, അതായത് അലക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അലക്കിയൊക്കെ കഴിഞ്ഞ് തോരയിട്ട് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ കുറച്ച് ചീര ഉണ്ടായിരുന്നു, അതൊക്കെ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചീരക്കറിയല്ല കേട്ടോ, സോറി, ചീര ഉപ്പേരി, തോരനല്ലേ നിങ്ങൾ ഓരോ ഭാഗത്ത് പറയാം കേട്ടോ. അപ്പോൾ ചീര അങ്ങനെ ഉപ്പേരിയൊക്കെ വെച്ചിട്ടുണ്ട്, അതുപോലെ കറിയും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ സമയത്ത് നമുക്ക് ഉമ്മ ഫിസിയോതെറാപ്പിക്ക് പോകാറുണ്ട് കേട്ടോ. ഡെയിലി രാവിലെ ഇക്ക പോകുമ്പോൾ ഉമ്മയും ഇക്കാൻ്റെ കൂടെ പോകാറുണ്ട്. അപ്പോൾ ഉമ്മാനെ അവിടെ ഇറക്കി വിട്ടിട്ടാണ് കേട്ടോ ഇക്ക ജോലിക്ക് പോകാറ്. അപ്പോൾ ആ ഒരു സമയത്ത് ഉമ്മ വരുമ്പോഴത്തേനും നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഉമ്മക്ക് വന്നതും ചിലപ്പോൾ നന്നായിട്ട് വിശക്കും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അവരിനെ വിശപ്പ് ഇതാക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ അവർ വരുന്ന സമയമാകുമ്പോഴത്തേനും നമുക്കൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ 11 മണിക്ക് ശേഷമാണ് ഞാൻ ഉച്ചക്കത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് കയറാറ് കേട്ടോ. അപ്പോൾ ചീര ഉപ്പേരിയും അതുപോലെ വെള്ളപ്പയറും കത്തിരിക്കായും കൂടിയിട്ട് തേങ്ങ അരച്ച് കറി കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളപ്പയർ എന്നാണ് കേട്ടോ നമ്മുടെ അവിടെയൊക്കെ പറയാറ്. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓരോ ഭാഗത്ത് എല്ലാത്തിനും ഇങ്ങനെ തന്നെയാണ് കേട്ടോ, വ്യത്യസ്ത പേരുകളിലൊക്കെയാണ് ഓരോരുത്തരും പറയാറ്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഇതുപോലെ എന്തെങ്കിലും ഫ്രൈ ചെയ്തത് ഇല്ലെങ്കിൽ ചോറേ കഴിക്കില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ വെള്ളപ്പയർ കറി വെച്ചതിൻ്റെ ബാക്കി വെള്ളപ്പയർ കൊണ്ട് നമ്മൾ ഇതുപോലെ ഉള്ളി, പച്ചമുളക്, തക്കാളിയൊക്കെ ഇട്ട് വഴറ്റിയിട്ട് ഒരു ഉപ്പേരി പോലെ കൂടി ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇക്കാക്കൊക്കെ ഇതുപോലെ ആക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇക്ക അധികം ഇപ്പോൾ പൊരിച്ചതും വറുത്തതൊന്നും കഴിക്കാറില്ല. ഇതുപോലുള്ള ഉപ്പേരികളൊക്കെ ഇക്കാക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും ദിവസം എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാവണം കേട്ടോ. ബാക്കിയുള്ളവർക്കും അങ്ങനെ തന്നെയാണ്. എനിക്കും ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഉപ്പേരികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ദാ മോൻ്റെ കാണിക്കലാണ് കേട്ടോ. അത് മോന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, ഭയങ്കര ചിരിയിലാണ്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ അടിക്കൽ തുടയ്ക്കലൊക്കെ കഴിയാറ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു 2 മണിയാകുമ്പോഴത്തേനും എൻ്റെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വർക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കും കേട്ടോ. 2 മണിക്കാണ് ഇരിക്കാറ്. അപ്പോൾ അതിന് ശേഷം ചെയ്ത് വെച്ച കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. നമുക്ക് 4 സെക്ഷനായിട്ടാണല്ലോ ഉണ്ടായിരുന്നത്. അതിലിപ്പോൾ ഈ വയലറ്റ് ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഓപ്പണൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അടുത്ത സെക്ഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി കളേഴ്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ആ പച്ച അതുപോലെ ഒരു ബ്രൗൺ കളറൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഓരോ സെക്ഷനായിട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വയലറ്റിൻ്റെ ഓപ്പണൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്ക് കുട്ടികൾക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരിനൊക്കെ ഉള്ളിൽ തന്നെ കളിക്കാൻ വേണ്ടി വിടും കേട്ടോ. അപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ട് പുറത്തൊന്നും അവരിനെ കളിക്കാൻ വേണ്ടി വിടില്ല. അപ്പോൾ 2 പേരും കൂടിയിട്ട് ഉമ്മമാൻ്റെ കൂടെ മിണ്ടാതിരുന്ന് കളിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നല്ലൊരു ഗ്യാപ്പ് കിട്ടുന്നത് ഈ ഉച്ച സമയത്താണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് 2 to ഒരു 5 മണി വരെയെങ്കിലും ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് പ്രത്യേകിച്ച് പണികളും കാര്യങ്ങളും എന്തായാലും ഉണ്ടാവില്ല കേട്ടോ. കാരണം ഉച്ചയ്ക്കാണ് എനിക്ക് കൂടുതൽ സമയം വർക്ക് ചെയ്യാൻ വേണ്ടി കിട്ടാറ്. അപ്പോൾ മാക്സിമം ഞാനൊരു സമയം യൂട്ടിലൈസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ 5 മണിക്ക് ശേഷമാണ് നമ്മൾ വൈകുന്നേരം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചായയും അതുപോലെ എന്തെങ്കിലുമൊക്കെ കടി ഉണ്ടെങ്കിൽ അതുകൂടി റെഡിയാക്കാറ്. ആകുന്നത് നമ്മൾ വൈകുന്നേരം ടൈമിൽ കടികളൊന്നും ഉണ്ടാക്കാറില്ല. നമുക്ക് ഈ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് ബിസ്ക്കറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കൊടുക്കാറ്. അപ്പോൾ ഞാൻ ചായയൊക്കെ വെച്ചിട്ട് ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഷാലുമോള് പറഞ്ഞു ബ്രെഡ് പൊരിച്ച് തരണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾക്ക് ഇങ്ങനത്തെ ഒരു ബ്രെഡ് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതെടുക്കണ്ട താഴ്ത്തിട്ട് അങ്ങനെ തന്നെ. അപ്പോൾ ആ മഞ്ഞ ഇളകി മച്ചക്കത്തെ യൂട്യൂബ് ചാനൽ ഇടാനാണ് അല്ല വേറെ ഇടാനാണോ? അതോ ഇത്ര ഒരു കൊട്ട പൈസ. അപ്പോൾ ഈ ബ്രെഡൊന്ന് നമ്മൾ ദോശക്കല്ലിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് എടുക്കലാണ് കേട്ടോ. അല്ലാണ്ട് എണ്ണയിൽ മുക്കി പൊരിക്കുകയൊന്നുമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പാലും അതുപോലെ 2 മുട്ടയും കുറച്ച് പഞ്ചസാരയല്ലല്ലോ, കുറച്ച് കൂടിപ്പോയി. അപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ഇതിൽ അങ്ങനെ ആയതാണ് കേട്ടോ. അപ്പോൾ ഇത് 3ഉം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നെയ്യ് തടവിയിട്ട് ദോശക്കല്ലിൽ നല്ല രീതിക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് എടുക്കലാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ 2 പേർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചെറിയ ആളും കഴിക്കും, ഷാലുമോളും നന്നായിട്ട് തന്നെ കഴിക്കും കേട്ടോ. അപ്പോൾ വൈകുന്നേര സമയങ്ങൾ ഇതുപോലെയൊക്കെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ഹെൽത്തി കൂടിയാണല്ലോ. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് ഇതുപോലെ ബ്രെഡൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാനും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ചായയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ടൈമിൽ കുടിക്കാറില്ല. അപ്പോൾ ഉമ്മാക്കും 2 കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ചായയാണ് കേട്ടോ ഇപ്പോൾ ആക്കി വയ്ക്കുന്നത്. മൂത്താൾക്ക് എന്തായാലും ചായ നിർബന്ധമാണ്. ചെറിയ ആൾ അങ്ങനെ കുടിക്കാറില്ല. പക്ഷേ ഷാലുമോൾ കുടിക്കുന്ന സമയത്ത് അവൾക്ക് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് കുറച്ച് ഇങ്ങനെ അവനിക്കും കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുത്തെ അസർ ബാങ്ക് കൊടുക്കൽ 5 മണിക്കാണ് കേട്ടോ. അപ്പോൾ ഒരു 5 മണി സമയത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം വൈകുന്നേരം ഫ്രീ ആയിട്ട് ഇരിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അർജൻറ്റ് വർക്ക് ഇല്ലാത്ത സമയത്ത് ഫ്രീ ആയിട്ട് ഇരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇത് ഇത്തിരി സിമ്പിൾ വർക്ക് ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അതിനുശേഷം വീണ്ടും നമ്മൾ മഗ്‌രിബ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വെച്ചതിൻ്റെ വീഡിയോ എടുക്കണം കേട്ടോ. നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ എല്ലാ വർക്കുകളും വൈകുന്നേര സമയത്ത് തന്നെ. അപ്പോൾ നമുക്ക് രാത്രി ഈ ഒരു കംപ്ലീറ്റ് ചെയ്ത വർക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ കൂടി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു 9-9:30 സമയത്ത് കൊടുക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു ടൈമിൽ നല്ല മഴയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ദിവസം അത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ. വർക്കും കാര്യങ്ങളും അതുപോലെ തന്നെ കുട്ടികളെ മാനേജ് ചെയ്യുന്നതും എല്ലാം കൂടിയിട്ട് ഞാൻ ഒരു ഡേ ഇങ്ങനെയാണ് കേട്ടോ പോകാറ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ടുള്ള എന്ത് കമൻറ്റും സജഷൻസും നിങ്ങളുടെ ഡൗട്ടുകളും ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.